വിജയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. പക്ഷെ അപ്പോഴും അവർ പറയുന്നത് 2006 ജോർജ് തോമസിന് ഉൾപ്പെടെ അവർ പരസ്യമായി രംഗത്തിറങ്ങി വോട്ട് ചെയ്ത് ഞങ്ങൾ SDPIയുമായിട്ട് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടും CPIM ഇന്നേ അവരെ ഉണ്ടാക്കിയില്ല. ഇപ്പോൾ വെറുതെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനോരമ പത്രം ഇന്നലെ പറഞ്ഞതിന് ചിലപ്പോൾ കോടതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. കേരളത്തിലെ കുറേ പഞ്ചായത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആ പഞ്ചായത്തെല്ലാം ഞങ്ങൾ CPIMും അതുപോലെ തന്നെ SDPIയും കൂടി ചേർന്ന് ഭരിക്കുകയാണ് എന്നുള്ള കള്ളപ്രചരണം നടത്തിയത്. ആ കള്ളപ്രചരണത്തെ ശക്തിയായിട്ട് ഞങ്ങൾ ഇന്നലെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധിച്ച് തിരുത്താൻ നിങ്ങൾ ഇന്നും തയ്യാറായിട്ടില്ല. മലയാള മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അബദ്ധത്തിൽ തെറ്റിപ്പറ്റിയെന്ന് നോക്കാം. പക്ഷേ അത് അബദ്ധമാണ് എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണ്ടേ? എന്തേ മര്യാദ കാണിക്കാതെ? ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ ചുമതലയുള്ള കേരള അമീർ തന്നെയാണ് പറയുന്നത്. അല്ല, അമീറല്ല, ഏത് ആൾ പറഞ്ഞാലും ഒരു കാര്യം വസ്തുതാപരമാണോ എന്ന് നോക്കണ്ടേ? അല്ല, ഞങ്ങളോട് ചോദിക്കണ്ടേ? ഇന്നലെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇന്നലെ ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറി ആവേണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തന്നെ ഭാഗമായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തല്ലോ, എല്ലാ പത്രത്തിനും കൊടുത്തല്ലോ. ഒരു പഞ്ചായത്തിലും CPIMും അതുപോലെ തന്നെ SDPIയും തമ്മിൽ ഒരു കൂട്ടുകെട്ടുമില്ല എന്ന് ഉറപ്പാക്കിയല്ലോ. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ പത്രത്തിൽ മനോരമ പത്രത്തിൻ്റെ അകത്ത് എഴുതി വെച്ച ഓരോ പഞ്ചായത്തിനെയും നോക്കിയിട്ട് ഓരോന്നും പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്നിട്ട് എന്തേ നിങ്ങൾ തിരുത്താതെ? ഇവരുടെ ആരുടെയും വോട്ട് ഒരു ഘട്ടത്തിൽ പോലും സ്വീകരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് വർഗീയവാദികളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവേണ്ടിയില്ല. ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഓരോ മണ്ഡലം തീരുമാനിക്കലാണ്. ഈ മണ്ഡലത്തിൽ UDFന്, ഈ മണ്ഡലത്തിൽ LDFന് അങ്ങനെ തീരുമാനിച്ച് നടക്കുന്ന കാര്യമുണ്ടായിരുന്നു. അതൊന്നും രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല. ഞങ്ങൾ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് വേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഈ SDPI നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ പ്രവർത്തനവും ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിന് ബദലായി കൗണ്ടർ പാർട്ട് എന്ന രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇസ്ലാം രാഷ്ട്രം എന്നുള്ളതിനെയും രണ്ടിനെയും ഒരേപോലെ എതിർത്തുകൊണ്ട് മാത്രമേ കേരളത്തിലെ മതനിരപേക്ഷത ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഹിന്ദു വർഗീയവാദവും അതേപോലെ തന്നെ അപകടകരമായ ഒരവസ്ഥ തന്നെയാണ് ന്യൂനപക്ഷ വർഗീയവാദവും. രണ്ടും ഒരുപോലെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. രണ്ടും അപകടകരമാണ്. രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്നതാണ്. ഏതെങ്കിലും ഒന്നിനെ അവസാനിപ്പിക്കാൻ വേണ്ടി മറ്റൊന്നല്ല. ഇത് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വർഗീയവാദം. ലോകത്ത് എവിടെയായാലും വർഗീയവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവർ തമ്മിൽ ചങ്ങാത്താണ്. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ഉൾപ്പെടെ RSSും BJPയും ചർച്ച ചെയ്തുകൊണ്ടിരുന്നുണ്ടല്ലോ, നമ്മൾ കണ്ടല്ലോ. ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. വർഗീയതയ്ക്ക് ഞങ്ങളെതിരാണ്. അത് ഭൂരിപക്ഷ വർഗീയതയ്ക്കും ഞങ്ങളെതിരാണ്, ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. ഇപ്പോൾ പാലക്കാട് ജയിച്ചതിൽ ഭയങ്കര ആവേശമാണല്ലോ ഉണ്ട്. എന്താ നിങ്ങൾക്ക് ആവേശം കൊള്ളാനുള്ളത്? 14,000-ലധികം വോട്ട് BJPയുടെ ഭാഗമായിട്ട് 10,000-ലധികം വോട്ട് ഞങ്ങൾ തന്നെ കൊടുത്തു. അവരെന്നെ പറഞ്ഞു, SDP തന്നെ പറഞ്ഞു, ഞങ്ങളെല്ലാം കൂടി ചേർന്നൊരു 10,000-ലധികം വോട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര വോട്ടിനാണ് അവിടെ ജയിച്ചത്? 18,000 വോട്ട്. 18,000 വോട്ടിൻ്റെ അകത്ത് 10,000 അതും ഈ 14,000 കൂടി കിഴിച്ചാൽ ബാക്കി ഏതാ? UDFൻ്റെ വോട്ട് ഏതാ? ഞങ്ങളെ വോട്ട് നഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ. ഞങ്ങളെ വോട്ട് കിട്ടുന്ന വോട്ട് വർദ്ധിച്ചിട്ടുണ്ടല്ലോ. അത് കിട്ടിയില്ല എന്ന് ഉറപ്പല്ലേ? കാരണം അങ്ങനെ ഞങ്ങളെ വോട്ട് കുറയണ്ടേ? രാഹുൽ പറയുന്നതിൽ വല്ല അർത്ഥമുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നല്ലോണം കിട്ടി. കോൺഗ്രസിന് കിട്ടി നല്ലോണം. കോൺഗ്രസ് എങ്ങനെയാ കിട്ടിയത്? വാങ്ങിയതാണോ വാങ്ങിച്ചതാണോ എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ പരമാവശമായിട്ട്. അതായത് റിസൾട്ട് വന്ന ആ ദിവസം ഞാൻ പറഞ്ഞാണ്, നിങ്ങളിത് എങ്ങനെയാണ്, വാങ്ങിയതാണോ തന്നതാണോ? അപ്പോൾ വാങ്ങിയവരും അതുപോലെ തന്നെ കൊടുത്തവരും അവർ രണ്ടുമാണ് പറയേണ്ടത്. അത് കൃത്യമായിട്ട് പറയണം. അതാ ഞാനൊന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു. അതായത് വർഗീയ ശക്തികളുടെ പരിപൂർണ പിന്തുണയോടുകൂടിയാണ് ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും ഒപ്പം ചേർന്നുകൊണ്ടാണ് പാലക്കാട് ഈ വിജയം അവർക്കുണ്ടായത്. ജയിച്ചു, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പറഞ്ഞു, ഞാൻ അംഗീകരിച്ചു. പക്ഷേ ഇതാ കാര്യം, മനസ്സിലായില്ലേ? പൂർണ്ണമായി ഇത് ഇങ്ങനെയാണ്. അത് പറഞ്ഞില്ല, അതിന് തന്നെ വളരെ ചുരുക്കം മാസമല്ലേ കൊടുത്തിട്ടുള്ളൂ. ആ മാസത്തിനുള്ളിൽ അത് കൃത്യമായിട്ട് കമ്മീഷൻ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും.